തന്നെ ഒതുക്കിയ പാർട്ടിയിലെ എതിർവിഭാഗത്തിനെതിരെ പരോക്ഷ വിമർശനവുമായി പി.കെ. ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടെ നിന്ന് ചതിച്ചവർക്ക് വരാനിരിക്കുന്നത് മോഹഭംഗത്തിന്റെ കാലമാണെന്ന് വിശദീകരിച്ചായിരുന്നു പി.കെ. ശശിയുടെ കുറിപ്പ്. എന്നാൽ CPM വിട്ട് BJP-യിലേക്ക് പോയവരെയാണ് വിമർശിച്ചതെന്ന് പി.കെ. ശശി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പാർട്ടി നടപടി നേരിട്ട CPIM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ശശി ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് തന്റെ ഒപ്പം നിന്ന് പിന്നീട് മറുകണ്ഠം ചാടിയവർക്കെതിരെ പരോക്ഷ വിമർശനം നടത്തിയത്. അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ ഏതവന്റെയും പെട്ടി ചുമക്കാനും മടിയില്ലാത്തവരെ കാത്തിരിക്കുന്നത് ദുരന്തകാലമാണ്. കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും ഗിയാമെന്നാൾ വരെ സുഖിക്കാമെന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത്. ഒന്നിന്റെ മുൻപിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക, ആരുടെ മുന്നിലും ചെറുതാവാതിരിക്കുക, എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കാതിരിക്കുക, ഉയിര് പോകും വരെ ഉശിരി കൈവിടാതിരിക്കുക. ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക, വരുംകാലം നിങ്ങളുടേതല്ല. ഒരു കാലത്ത് പാലക്കാട് CPM-നുള്ളിൽ സർവപ്രതാപിയായിരുന്ന പി.കെ. ശശിക്കൊപ്പം ഉണ്ടായിരുന്ന ഭൂരിഭാഗം പേരും ഇപ്പോൾ മറുചേരിയിലാണ്. ഇവർക്കെതിരെയാണ് ഈ വിമർശനമെല്ലാം. എന്നാൽ കുറിപ്പ് ചർച്ചയായതോടെ താൻ CPIM വിട്ട് BJP-യിലേക്ക് പോയവരെയാണ് വിമർശിച്ചതെന്ന് പ്രതികരിച്ചു. എന്റെ രാഷ്ട്രീയ നിലപാട് മാത്രമേ ഉള്ളൂ. പാർട്ടിയിൽ നിന്ന് പോയിട്ട് BJP പോയില്ലേ, ഇന്ന് ചില സ്ഥാപനങ്ങൾ പൊളിച്ചില്ലേ, അത്തരം ആളുകൾക്ക് നിൽക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിലുള്ള മെസ്സേജാണ് കൊടുത്തത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട പി.കെ. ശശിയെ CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. ഇനി KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നും പി.കെ. ശശിയെ മാറ്റണമെന്നാണ് എതിർവിഭാഗം ആവശ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് പി.കെ. ശശിയുടെ കുറിപ്പ് ചർച്ചയാകുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.